ഈ ഒരു മരുന്ന് പൊട്ടിച്ചിട്ട് കഴിക്കുകയാണെങ്കിലോ രണ്ടുപേരും ഒരുമിച്ച് അര വെച്ച് രാവിലെ രാത്രിയും കുടിച്ചോളൂ എന്ന് പറയുന്നുണ്ടായിരിക്കാം. നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അതിന് ആ സ്കോർഡ് ലെവൽ എക്സലന്റ് ടാബ്ലറ്റും ഒരിക്കലും തന്നെ പൊട്ടിക്കാൻ പാടില്ല. നിങ്ങൾ ഗുളിക വാങ്ങിച്ച് കഴിഞ്ഞാൽ അതിൽ SR ഉണ്ടോ ER ഉണ്ടോ ഒരിക്കലും അത് പൊട്ടിച്ച് കുടിക്കാൻ പാടില്ല. കാരണം ഗുളികകൾ പൊട്ടിച്ച് കഴിക്കാൻ കഴിയും. അതായത് 250 mg ഗുളികയാണ് ഡോക്ടർ എഴുതിയിട്ടുള്ളത്. പക്ഷേ നമുക്ക് കിട്ടുന്ന ഫാർമസി 500 mg ആയിട്ടാണ് ഉള്ളത്. നമുക്ക് വേണ്ടത് 250 mg ആക്കണമെങ്കിൽ അതിൻ്റെ പകുതി കഴിച്ചാൽ മതിയല്ലോ. ഇത് പോസിബിൾ ആണോ, അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളതാണ് പഠിക്കാനുള്ളത്. ഇത് യഥാർത്ഥത്തിൽ അങ്ങനെ പൊട്ടിച്ച് കഴിക്കാൻ പാടില്ല ചില മരുന്നുകൾ. അതിൻ്റെ കാരണം ഞാൻ വിശദീകരിക്കാം. അതായത് ഈ ഗുളികൾ ഉണ്ടാക്കുന്ന പ്രൊസീജിയർ മനസ്സിലാക്കുമ്പോൾ അതുപോലെ അതിൻ്റെ എഫക്റ്റ് മനസ്സിലാക്കുമ്പോൾ ഇതിൻ്റെ ഉത്തരം നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ആ മരുന്നിലോട്ട് ഉൾപ്പെടുന്ന നിങ്ങളുടെ കെമിക്കൽ കോമ്പോസിഷൻ എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടായിരിക്കും ഗുളികയുടെ ബോക്സിൻ്റെ പുറത്ത്. ഈ പറയുന്ന സാധനങ്ങളെല്ലാം തന്നെ വെയിറ്റ് എടുത്ത് അത് മിക്സ് ചെയ്ത് ഒരു ഗ്രാനുവൽ ഫോമിൽ, ഒരു ചെറിയ ഉരുള പോലെ ആയിട്ട് ഗ്രാനുവൽ ഫോമിലാക്കി മാറ്റി അതിനെ പിന്നെ ഡ്രൈ ചെയ്ത് പിന്നെ അതിനെ തരിച്ചുകൊണ്ട് പിന്നെ അതിനെ കംപ്രസ് ചെയ്ത് ഒരു ടാബ്ലറ്റിൻ്റെ രൂപത്തിലൊക്കെ ആക്കി മാറ്റി എന്നിട്ട് അതിനെ ഡ്രൈ ചെയ്ത് എന്നിട്ടാണ് നമ്മുടെ മുന്നിലൂടെ ഗുളിക എത്തുന്നുള്ളൂ. ഇതാണ് ശരിക്കും അതിൻ്റെ പ്രൊസീജിയർ കേട്ടോ. ഈ ഒരു പ്രൊസീജിയറിന് പുറമേയും ചില സംഭവങ്ങൾ ചെയ്യാറുണ്ട്. അതായത് നാം കുടിക്കുന്ന ഗുളിക നമ്മുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണ് എഫക്റ്റ് ചെയ്യേണ്ടത്, ഏത് ഭാഗത്താണ് ആഗിരണം നടക്കുന്നത് എന്നെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അത് എവിടെ റിലീസ് ആവണം എന്നുള്ളത് തീരുമാനിക്കുന്ന രീതിയിലേക്ക് ഒരു കോട്ടിങ്ങും കൊടുക്കും. ഒന്നെങ്കിൽ ആ മരുന്ന് റിലീസ് ആവേണ്ടത് ആമാശയത്തിലാണെങ്കിൽ അതിനനുസരിച്ചുള്ള കോട്ടിങ്, അതിൽ അവിടെയാണ് റിലീസ് ആവേണ്ടത്, അവിടുത്തെ അറ്റ്മോസ്ഫിയറിൽ ആ കോട്ടിങ് അലിഞ്ഞു പോകണം എന്നതുകൊണ്ടാണ് ആ പറയുന്ന കോട്ടിങ് കൊടുക്കുന്നത്. ഇനി ആമാശയം കഴിഞ്ഞിട്ട് നമ്മുടെ ചെറുകുടലിലാണ് ഇത് റിലീസ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ ആ ആമാശയത്തിൽ ഉണ്ടാകുന്ന അറ്റ്മോസ്ഫിയർ ഉണ്ടാവുമല്ലോ, ആമാശയത്തിൽ അസിഡിക് ആയിട്ട് pH ആയിരിക്കാം, ഒരുപാട് എൻസൈമും കാര്യങ്ങളുണ്ടായിരിക്കും. ഈ എൻസൈമിൻ്റെ ഭാഗങ്ങളിലൊന്നും തന്നെ ഈ പറയുന്ന ഗുളിക പൊട്ടാൻ പാടില്ല, അലിയാൻ പാടില്ല. അതുകൊണ്ട് ആ ഒരു കവറിങ് കൊടുക്കും. അപ്പോൾ ആമാശയത്തിൽ ഒന്നും സംഭവിക്കില്ല. അത് ആ ഗുളികയുടെ അതേ സ്ട്രക്ചറിൽ അങ്ങനെ ആമാശയത്തിൽ നിന്നും പോയി നമ്മുടെ ചെറുകുടലിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് എന്ത് ചെയ്യും, അവിടുത്തെ pHും അവിടുത്തെ ആസിഡ് ലെവലും അതുപോലെ അവിടുത്തെ എൻസൈമും കാര്യങ്ങളൊക്കെ പ്രസൻസിൽ അതെന്ത് ചെയ്യും, അലിഞ്ഞു പോകും. അപ്പോൾ ആ ഗുളിക അവിടെ റിലീസ് ആവും. ഓക്കെ. അതുപോലെ തന്നെ ഇനി ചില മരുന്നുകൾ കുടിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള ടേസ്റ്റ് ബുദ്ധിമുട്ട് വരാൻ സാധ്യതകളുണ്ട്. അപ്പോൾ അതിന് കവറിങ് കൊടുക്കുന്നതായിരിക്കും, അതിന് ടേസ്റ്റ് ഹൈഡ് ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു കവറിങ് കൊടുക്കും. കാരണം അത് ഇറങ്ങി പോകുന്ന സമയത്ത് അവിടെ ഇവിടെ തട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു ഏമ്പക്കം എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ നമുക്ക് മുന്നോട്ട് വരുന്നുണ്ടായിരിക്കും. അതിനെ മാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് ഇല്ലാതിരിക്കാൻ വേണ്ടി ഉള്ളിലൂടെ പോകും. അപ്പോൾ കയ്പുണ്ടെങ്കിൽ കുടിച്ചൂടെ എന്ന് കരുതണ്ട. ആക്ച്വലി നമ്മുടെ കോൺഫിഡൻസും നമ്മുടെ ഒരു ആശ്വാസവും മുന്നോട്ട് കൊണ്ടുവരാൻ എന്തുകൊണ്ടാണ് ഈ കവറിങ് ഉദ്ദേശിക്കാനുള്ളത്. അങ്ങനെയെങ്കിൽ ഏതൊക്കെ ഗുളികളാണ് പൊട്ടിക്കാൻ പാടുള്ളത്, പൊട്ടിക്കാൻ പാടില്ലാത്തത്? ചില ഗുളികകളുടെ സ്ട്രക്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ഒരു സെൻട്രലിൽ തന്നെ ഒരു വര ഉണ്ടായിരിക്കും, ചെറിയൊരു ലൈൻ ഉണ്ടായിരിക്കും. ഈ സ്കോർഡ് ടാബ്ലറ്റ് എന്ന് പറയുന്ന ടാബ്ലറ്റ് ആക്ച്വലി നിങ്ങൾക്ക് പൊട്ടിക്കാൻ വേണ്ടി പറ്റും. അതായത് അത് യൂണിഫോം ആയിട്ട് എല്ലാ ഭാഗങ്ങളിലും ഒരേ ഡോസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി അങ്ങനെ ഒരു സ്ട്രക്ചർ കൊടുത്തിട്ടുള്ളത്. അത്തരം മരുന്നുകൾ പൊട്ടിക്കാം. അപ്പോൾ ഡോക്ടർ എഴുതുന്ന മരുന്ന് മിക്കവാറും അത്തരം മരുന്നുകളായിരിക്കാം. ഇപ്പോൾ ചിലപ്പോൾ ഗുളിക നിങ്ങൾ പറയുന്നുണ്ടായിരിക്കും, ഇന്ന ഗുളിക അര വെച്ച് രാവിലെ രാത്രിയും കുടിച്ചോളൂ എന്ന് പറയുന്നുണ്ടായിരിക്കാം. നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അതിന് ആ സ്കോർഡ് ലെവലുണ്ടോ എന്നുള്ളത്. ഡോക്ടർ എഴുതുന്ന പല ഗുളികൾക്കും സ്കോർഡ് ലെവൽ ഉണ്ടായിരിക്കാം. പക്ഷേ എന്നിരുന്നാലും ചിലത് അങ്ങനെ ഉണ്ടായിട്ടില്ലെങ്കിൽ അത് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഫാർമസിസ്റ്റിനോട് ചോദിച്ചിട്ട് അതിൻ്റെ പകുതി ഡോസ് ഉണ്ടോ എന്ന് നോക്കിയിട്ടും വാങ്ങിച്ച് കുടിക്കാം. ഓക്കെ, ഒന്ന്. രണ്ടാമതായിട്ട് ഈ സ്കോർഡ് ഡോസ് ഉണ്ടാകുന്നതും ഇല്ലാത്തതും എന്തുകൊണ്ടാണ്? അവിടെയാണ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യം, ഇത് എവിടെ റിലീസ് ആവണം, ഇത് എങ്ങനെ റിലീസ് ആവണം എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്ന കാര്യമാണ്. അതായത് സ്കോർഡ് ഇല്ലെങ്കിൽ അതിനെന്തോ ഒരു ലെയർ പുറത്തുണ്ട് എന്നുള്ളതാണ്. ഒന്നെങ്കിൽ അത് ഇന്ന ഭാഗത്ത് മാത്രമേ റിലീസ് ആകാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ഗുളികൾ ഇടയ്ക്ക് കാണുന്നുണ്ടായിരിക്കാം സസ്റ്റൈൻഡ് റിലീസ്, പ്രൊലോങ്ഡ് റിലീസ്, എക്സ്റ്റൻഡ് റിലീസ്, SR ടാബ്ലറ്റ്, ER ടാബ്ലറ്റ് എന്നൊക്കെ ഒരു പേരുണ്ടായിരിക്കും. ഈ ഗുളികയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗുളികയുടെ ഒരു ലെവല്, ഒരു ലെയർ, ഇപ്പം നമ്മുടെ ഗുളിക പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഉള്ളിൽ മരുന്നുണ്ടായിരിക്കും, അതിൻ്റെ പുറത്ത് ലെയർ ഉണ്ടായിരിക്കും, അതിൻ്റെ പുറത്ത് മരുന്നുണ്ടായിരിക്കും, അതിൻ്റെ പുറത്ത് ലെയർ ഉണ്ടായിരിക്കും. ഇങ്ങനെ സ്ട്രക്ചറായിട്ട് വെക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ആദ്യം ഈ പറയുന്ന ഒരു ലെയർ പൊട്ടി അതിൽ നിന്നും ആദ്യം ഇറങ്ങേണ്ട മരുന്ന് റിലീസായി, പിന്നെ അടുത്ത ലെയർ പൊട്ടി, അതിൻ്റെ ശേഷം അടുത്ത ലെയർ റിലീസായി. ഇതിൻ്റെ ഒരു ഉദാഹരണം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ഗുളികകളിൽ നാം പറയാറുണ്ട് നിങ്ങളിത് ആഹാരത്തിന് മുന്നേ കുടിക്കണം, അല്ലെങ്കിൽ ഇത് കഴിച്ച് അരമണിക്കൂർ കഴിഞ്ഞിട്ട് അടുത്ത മരുന്ന് കുടിച്ചാൽ മതി എന്ന് പറയാറുണ്ട്. ചിലപ്പം ആ രണ്ട് മരുന്നുകളും കമ്പൈൻ ചെയ്തിട്ട് ഒറ്റ മരുന്നാക്കി വരും. അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് ആദ്യം ഒരു ലെയർ ഉണ്ടായിരിക്കും,
ആ ലെയർ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ വയറ്റിലെത്തിയ ഉടനെ തന്നെ അത് അലിഞ്ഞ് അത് പറഞ്ഞ പ്രകാരം റിലീസാവും, അവിടെ ആക്ഷൻ നടക്കും. അടുത്ത ലെയർ അലിയാൻ സമയം അരമണിക്കൂറാണെങ്കിൽ, അതായത് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഉള്ളിലുള്ള മരുന്ന് എപ്പോൾ റിലീസാവല്? ആദ്യത്തെ മരുന്ന് റിലീസായി അതിൻ്റെ എഫക്റ്റ് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും രണ്ടാമത്തെ മരുന്ന് റിലീസാവല്. ഈ ഒരു മരുന്ന് പൊട്ടിച്ചിട്ട് കഴിക്കുകയാണെങ്കിലോ 2 മരുന്നും ഒരുമിച്ച് റിലീസാവും. എഫക്റ്റ് കിട്ടുമോ? കിട്ടൂല. ഇതാണ് ഈ പറയുന്ന ലെയറിൻ്റെ ഒരു പ്രൊസീജിയർ ഉള്ളത്. രണ്ടാമതായിട്ട് ഇപ്പോൾ ഷുഗറിൻ്റെ മരുന്നൊക്കെ, ഇപ്പം മെറ്റ്ഫോമിൻ എന്ന് പറയുന്ന മരുന്ന്, ഈ മരുന്നൊക്കെ ചില മരുന്നുകൾ കാണപ്പെടുന്ന മെറ്റ്ഫോമിൻ SR എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് രാവിലെ കുടിച്ചു കഴിഞ്ഞാൽ അത് പിറ്റേ ദിവസം രാവിലെ വരെ നമുക്ക് എഫക്റ്റ് ഉണ്ടായിരിക്കും. അതായത് അതിൻ്റെ ഒരു ലെയർ ഇന്ന സമയത്ത് റിലീസാവും, അടുത്ത ലെയർ ഇന്ന സമയത്ത് റിലീസാവും. അത് കടിച്ച് പൊട്ടിച്ച് കഴിക്കാൻ പാടില്ല, അത് പൊട്ടിച്ചും കഴിക്കാൻ പാടില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് ഈ മെറ്റ്ഫോമിൻ SR അല്ലെങ്കിൽ മറ്റുള്ള SR ടാബ്ലറ്റും XNL ടാബ്ലറ്റും ഒരിക്കലും തന്നെ പൊട്ടിക്കാൻ പാടില്ല. നിങ്ങൾ ഗുളിക വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൽ SR ഉണ്ടോ ER ഉണ്ടോ ഒരിക്കലും അത് പൊട്ടിച്ച് കുടിക്കാൻ പാടില്ല. കാരണം അവിടെ നമ്മുടെ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഡോക്ടർ ഉദ്ദേശിക്കുന്നത് അത് പ്രിലോങ്ഡ് ആയിട്ട് ഒരുപാട് നേരത്തോട്ട് ആ മരുന്നിൻ്റെ എഫക്റ്റ് ഉണ്ടാകണം എന്ന് ഉദ്ദേശിച്ചിട്ടാണ് അത് എഴുതിയിട്ട്. ഇതോടെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കും ഏതൊക്കെ ഗുളികൾ പൊട്ടിച്ചു കൊടുക്കാൻ പാടുണ്ട്, പൊട്ടിച്ചു കൊടുക്കാൻ പാടില്ല. അപ്പോൾ വീട്ടിലുള്ള മരുന്നുകളാണ് നിങ്ങൾ എടുത്ത് കുടിക്കുന്നുണ്ടെങ്കിൽ അത് പൊട്ടിക്കാനുള്ള മരുന്നുകളാണ് നിങ്ങൾ ഇവിടെ തീരുമാനിക്കേണ്ട ലെയർ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ എഫക്റ്റ് എത്രത്തോളമാണ് അത് കിട്ടേണ്ടത് എന്നുള്ളതും അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതും മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. താങ്ക് യു.